ഹലോ, നല്ല നമസ്കാരം. ചിത്ര എന്ന മലയാളം ഷോർട്ട് മൂവി സൈനഫ്ലൈയിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണാൻ കഴിയുന്നവർ കാണുക. നല്ല ഒരു ബെസ്റ്റ് ഷോർട്ട് മൂവിയായിട്ട് ഫീൽ ചെയ്തു. മാനുഷിക മൂല്യങ്ങൾക്കും അതിജീവനത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമാണ് ചിത്ര. മലയാള ഷോർട്ട് മൂവികളിൽ വിഭിന്നമാകുന്നത് ചിത്രയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾക്കും അതിജീവനത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു ചിത്രമായതുകൊണ്ട് തന്നെ മാത്രമാണ് ഈ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ ചെയ്യുന്നത്. പ്രധാനമായ കഥാപാത്രമായിട്ടുള്ള ഗൗരി ഉണ്ണിമായ അവതരിപ്പിക്കുന്ന ചിത്ര എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് കഥ നടക്കുന്നത്. അവൾ ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുകയും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നവളാണ്. സാമൂഹിക പശ്ചാത്തലത്തിൽ ചിത്രയുടെ ജീവിത സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളുമുള്ള ആളുകളുടെ പെരുമാറ്റവും സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. അയൽവാസികളുടെ കുത്തുവാക്കുകളും ബസ് യാത്രക്കിടയിലുള്ള ദുരനുഭവങ്ങളും അവൾ നേരിടുന്നുണ്ട്. ഒരു കാലത്ത് മോശപ്പെട്ട സാഹചര്യത്തിൽ പെട്ടുപോയ ചിത്ര അവിടെ നിന്നും മോചിതയാവുകയാണ്. അന്തസ്സോടെ ജീവിക്കുവാൻ ശ്രമിക്കുന്നവളാണ് ചിത്ര. പഴയ താവളത്തിലേക്ക് അവളെ തിരികെ വിളിക്കുവാൻ ഒരു സ്ത്രീ ശ്രമിക്കുന്നുണ്ട്. അവൾ ശക്തമായി അതിനെ പ്രതികരിക്കുന്നുണ്ട്, ശക്തമായി എതിർക്കുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിൽ വിശപ്പടക്കാൻ വേണ്ടി തൻ്റെ ബാഗ് തട്ടിപ്പറിച്ച് ഒരു കുട്ടിയെയും അവൻ്റെ കുടുംബത്തെയും ചിത്ര കണ്ടെത്തുകയാണ്. പോളി വത്സൻ അവതരിപ്പിക്കുന്ന മുത്തശ്ശി കഥാപാത്രത്തിലൂടെ അവരുടെ ദയനീയമായ അവസ്ഥ അവൾ മനസ്സിലാക്കുന്നു. മകൻ മരിച്ചുപോയ ആ കുടുംബത്തെ സഹായിക്കാൻ ചിത്ര തീരുമാനിക്കുന്നതോടുകൂടി സിനിമ ശുഭകരമായി അവസാനിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഗൗരി ഉണ്ണിമായ വളരെ ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോളി വത്സനും, അതോടൊപ്പം തന്നെ ദീപു ജോസഫാണ് ഇതിൻ്റെ സംവിധായകൻ. മനോഹരമായിട്ടുള്ള നല്ല പാട്ടുകൾ, ഹൃദയസ്പർശമായിട്ടുള്ള കഥാമുഹൂർത്തങ്ങളും അതോടൊപ്പം തന്നെ ഈ ഷോർട്ട് മൂവിയിൽ മനോഹരമായിട്ട് ഒരു പാട്ട് നന്നായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് ചിത്രയുടെ വൈകാരികമായിട്ടുള്ള ഭാവം അല്ലെങ്കിൽ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു പിക്ചറൈസേഷന് തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഗാനം ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളിലാണ്. ആമുഖവും അതോടൊപ്പം തന്നെ ഭാവാതീതമായിട്ടുള്ള സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഗാനം ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ഭാവം സൃഷ്ടിക്കുവാനും പ്രേക്ഷകരെ കഥയിലേക്ക് കൊണ്ടെത്തിക്കുവാനും സഹായിക്കുന്നുണ്ട്. ചിത്രയുടെ ദൈനംദിന ജീവിതത്തിലെ സന്തോഷവും സങ്കടവും നിറഞ്ഞ നിമിഷങ്ങൾക്ക് പശ്ചാത്തല സംഗീതത്തിന് പകരമായി ഗാനം വളരെ മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളെ കഥയിലെ പ്രധാന വഴിത്തിരിവുകളിലും വൈകാരികമായിട്ടുള്ള രംഗങ്ങളുടെയും ഭാഗങ്ങളിൽ ഗാനം പശ്ചാത്തല സംഗീതത്തിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്നതും വളരെ ഗംഭീരമായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നവർക്ക് മനസ്സിനൊരു നല്ലൊരു രംഗഭംഗി ലഭിക്കുവാൻ ഇത് സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമയുടെ പ്രധാനമായിട്ടുള്ള പ്രേമമായിട്ടുള്ള അതിജീവനവും ദയയും ഗാനത്തിലൂടെ വീണ്ടും ഉറപ്പിക്കുവാൻ ക്ലൈമാക്സിലെ ആ ഗാനം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ കുറേ നല്ല മനോഹരമായിട്ടുള്ള ഷോട്ടുകൾ ഇതിനകത്തുണ്ട്. ആലപ്പുഴയുടെ പ്രകൃതി ഭംഗിയെ വളരെ മനോഹരമായിട്ട് ഈ ക്യാമറമാൻ പകർത്തി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗാനങ്ങൾ ഒരൊറ്റ ഗാനമേ ഉള്ളൂ, പല ശകലങ്ങളായിട്ടാണ് അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഡയലോഗുകൾ ഒഴിവാക്കിക്കൊണ്ട് ഗാനത്തെ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം ഒക്കെ വളരെയധികം മനോഹരമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും ഈ ചിത്രയുടെ ജീവിതം ഒരിക്കലും ഒരു 16 നിമിഷത്തിനകത്താണ് ഈ ചിത്രയുടെ ജീവിതത്തെ വരച്ചിടാൻ ശ്രമിക്കുന്നത്. വളരെയധികം ഡയലോഗ് കുറഞ്ഞിട്ടുള്ള കുറേ ആക്ഷൻസും അതോടൊപ്പം തന്നെ കുറേ സീനുകൾ, പ്രകൃതിയെ രമണീയമായിട്ടുള്ള ആലപ്പുഴയുടെ ഭംഗിയും അതോടൊപ്പം തന്നെ നമ്മുടെ വള്ളംകളിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ഡ്രോൺ ഷോട്ടിലൂടെ ഇതിൽ ബ്ലെൻഡ് ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ക്യാമറ വർക്കും അതോടൊപ്പം തന്നെ സൗണ്ടും വളരെ അധികം മനോഹരമായിട്ട് ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. വളരെയധികം 16 മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്ന ഈ ചിത്രയുടെ ജീവിതത്തെ കാണുന്നത് ഒരിക്കലും നഷ്ടമായി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. തീർച്ചയായും കാണാൻ ശ്രമിക്കുക. യൂട്യൂബിലും അതോടൊപ്പം തന്നെ സൈനപ്ലൈയിലും ഈ ഷോർട്ട് മൂവി ലഭ്യമാണ്. കാണാൻ കഴിയുന്നവർ കാണുക. താങ്ക്